ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നിഷ് ടെയിൽസ്. ഇന്ന് നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിന്റെ കട്ടിങ്സ് കാണാം. അപ്പൊ ഞാൻ ഓൺലൈനിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിന്റെ കട്ടിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് എത്തി ബോക്സിൽ. ഇതുവരെ ഞാൻ തുറന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എങ്ങനെ ഇവർ ഈ കട്ടിങ്സ് പാക്ക് ചെയ്തേക്കണേന്നും പിന്നെ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഞാൻ വാങ്ങിയേക്കണേന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ഇന്ന് എന്റെ കൂടെ അൺബോക്സ് ചെയ്യാൻ ഗ്രേസും ഉണ്ട്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ലൈവ് പ്ലാന്റ്സ് പ്ലീസ് ഹാൻഡിൽ വിത്ത് ലവ്. ദാറ്റ്സ് ക്യൂട്ട്. ഇതൊരു 7 പ്ലാന്റ്സിന്റെ കട്ടിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടി വലിയ ബോക്സ് ആണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ ഇതൊരു ചെറിയ ബോക്സ് ആണ്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. പിന്നെ ഞാൻ 7 കട്ടിങ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഗ്ലാസ് കപ്പുകളിൽ ഞാൻ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ഇത് അവർ ഓരോ കട്ടിങ്സും ഓരോ പേപ്പറിലാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോ ഇതൊരു കട്ടിങ് കണ്ടോ, അതിന്റെ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഇത് ഈ ബോക്സ് ഞാനൊന്ന് നീക്കി വെക്കാണ്. സോ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ഫിഷ് ഹുക്ക് എന്നാണ് പറയണത്. ഒരു ഹുക്കിന്റെ മാതിരി ഒരു ഷേപ്സ് ആണ് ലീവ്സിന്. ഇത് സ്ട്രിങ് ഓഫ് പേൾസിന്റെ കാറ്റഗറിയിൽ പെടും. പിന്നെ ഒരുവിധം വലിപ്പമുള്ള കട്ടിംഗ് ആണ്. അപ്പൊ ഇതിന് നമുക്കൊരു ഏകദേശം മീഡിയം ടു ഹൈ ലൈറ്റ് വേണം. പിന്നെ ഈ ലീവ്സിലും ഈ സ്റ്റെമ്മിലും ഒക്കെ നിറച്ച് വെള്ളമാണ്. അപ്പൊ അവര് ഈ റൂട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് അത് അവര് കവർ ചെയ്തേക്കുന്നത്. ഈ ടിഷ്യൂ പേപ്പറിൽ നിറച്ച് വാട്ടറാണ്, നനഞ്ഞ ടിഷ്യൂ പേപ്പറാണ്. അപ്പൊ അങ്ങനെയായിരിക്കും ഇത് സർവൈവ് ചെയ്തത് ഷിപ്മെന്റില്. അപ്പൊ ഈ ടിഷ്യൂ പേപ്പർ നിറച്ച് വെള്ളമായിട്ട് അത് നനഞ്ഞ് നല്ല വെറ്റായിട്ടിരിക്കണേ. അങ്ങനെയാണ് ഇത് അവര് വെച്ചേക്കുന്നത്. അപ്പൊ ഈ പ്ലാന്റ് ഞാനിപ്പോ ഒരു വെള്ളത്തിലേക്ക് മുക്കി വെക്കാൻ പോവാണ്. പിന്നെ ഞാനിത് സോയിലിലേക്ക് പ്ലാന്റ് ചെയ്യുള്ളൂ. അപ്പൊ ഗ്രേസ് ഇപ്പൊ ഇത് വാട്ടറിലേക്ക് വെച്ച് തരും നമുക്ക്. ഇവിടെ കുറച്ച് റൂട്ട് ഉണ്ട് കണ്ടോ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇനി വെക്ക് പോന്നു. ഇനി നെക്സ്റ്റ് പ്ലാന്റ് എടുക്കാണ്. ഓ യാ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രിങ് ഓഫ് പേൾസ് കണ്ടോ, നല്ല പേള് മാതിരി ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. ഇത് ഹാങ്ങിങ് പ്ലാന്റ്സിന് ഒത്തിരി നല്ലതായിരിക്കും. നല്ല വെറൈറ്റിയാണിത്. ഓക്കെ, ഇപ്പൊ ഇതും അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്ത് വന്നേക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് കവറിലാണ് റാപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ടിഷ്യൂല് ഇത് കണ്ടോ, ഇതും ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടാണ് അവർ വെച്ചേക്കുന്നത്. കട്ടിങ് കണ്ടോ, ശരിക്കും പറഞ്ഞാൽ 2 കട്ടിങ് അവർ തന്നിട്ടുണ്ട്. ഇതും നമുക്ക് പ്ലെന്റി ഓഫ് ബ്രൈറ്റ് ലൈറ്റ് വേണം, ഇൻഡയറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. അതിന് നമുക്ക് വെള്ളം ആവശ്യമുള്ളപ്പോ മാത്രം ഒഴിച്ചാൽ മതി. ഇത് ഇനി വേസുകുട്ട ഇനി ഇതൊന്ന് വെച്ചേടാ കണ്ണ. അതിലാണോ? ഓക്കെ, ഈ വെള്ളത്തിലേക്ക് വെച്ചു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ സ്ട്രിംഗ് ഓഫ് ബനാന. കാരണം ഇതിന് അതിനൊരു ഷേപ്പാണ് അങ്ങനത്തെ. അപ്പൊ ഇത് ഫിഷ് ഹുക്കിന്റെ വേറൊരു വെറൈറ്റി ആണ്. ഫിഷ് ഹുക്കിന്റെ ലീവ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി തിന്നാണ്. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ നമുക്കൊരു ഇച്ചിരി കൂടി കട്ടിയിലാണ് ഇതിരിക്കുന്നത് കണ്ടോ. ഇപ്പൊ ഗ്രീസ് ആണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. So you should unbox this slowly. അപ്പം again watery ആയിട്ടുണ്ട്. വാട്ടറിയാണ്. ഇതൊരു സ്മോൾ വൺ ആണ്, പക്ഷെ 2 കട്ടിങ് തന്നിട്ടുണ്ട് കേട്ടോ അവര്. ഇനി ഇതും വെള്ളത്തിലേക്ക് വെക്കാണിത്. നെക്സ്റ്റ് വൺ മോൺസ്റ്ററ സ്വിസ് ചീസ് പ്ലാന്റ്. ഇതിനൊരു ഹാർട്ട് ഷേപ്പ് ലീവ്സ് ആണ്. അതിന്റെ ലീവ്സിലുള്ള ഹോൾസ് ആണ് അതിന്റെ പ്രത്യേകത. കട്ടിങ് ഒരു
large, bigger. പിന്നെ ഇത് നന്നായിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഇത് ഗ്രോ ചെയ്യുകയും ചെയ്യും. Cut it ചെയ്ത്. ഇത് 2 ഇത് ഈ സെറ്റിലെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് മാർബിൾ ഡിസൈൻ ഉള്ള പോത്തോസ് ആണ്. മണി പ്ലാന്റ്. ഇതിന്റെ ലീവ്സിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കാരണം കൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. Yeah, it's so beautiful. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയില്ല പോത്തോസ് ഭയങ്കര ഈസിയാണ് ഗ്രോ ചെയ്യാനായിട്ട്. ഓക്കെ, So we're going to open it. ഈ പോത്തോസ് പിന്നെ നമുക്ക് അറിയുന്ന പോലെ ഭയങ്കര ഈസിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാനും. പിന്നെ വാട്ടറിൽ ഗ്രോ ചെയ്യും. പിന്നെ ഇതിന് ലോ ലൈറ്റ് ആയാലും മതി. മറ്റ് പ്ലാന്റ്സിനെല്ലാം നമുക്ക് കുറച്ചും കൂടി ഒരു മീഡിയം ലൈറ്റ് വേണം. ഓക്കെ, ഇത് നല്ലൊരു പീസാണ്. ഇത് വെള്ളത്തിലേക്ക് വയ്ക്കും. അപ്പൊ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഫിലാഡെൻഡ്രം വെറൈറ്റിയിലുള്ള പ്ലാന്റ് ആണ്. ഇത് സ്പെസിഫിക് ആണെങ്കിൽ ഫിലാഡെൻഡ്രം കാർഡാറ്റം പ്ലാന്റ് ആണ്. ഇത് നല്ല ബുഷിയായിട്ടും നല്ല ഹാങ് ചെയ്തും വളരും ഇത് പെട്ടെന്ന്. പിന്നെ ഇതിനെ വാട്ടർ ചെയ്യാനായിട്ട് നമുക്ക് വീക്ക്ലി വൺസ് ഓർ 2 വീക്സിൽ വൺസിൽ കൊടുത്താൽ മതി. പിന്നെ ഇതിന് ലോ ലൈറ്റിലും ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണത്, ഫിലാഡെൻഡ്രം വെറൈറ്റി. ഇതിന് നല്ല ഗ്രീൻ കളറാണ്. പിന്നെ കണ്ടോ, അപ്പൊ ഇത് നമുക്ക് വെള്ളത്തിൽ വെക്കും. So first we're gonna unwrap it. അതിലേക്ക് വെക്കും. അപ്പം ഇതാണ് പ്ലാന്റ്. അപ്പൊ അത് വെച്ചു. ഇനി ലാസ്റ്റ് പീസ്. ഇത് അഗെയിൻ ഫിലാഡെൻഡ്രം വെറൈറ്റി ആണ്. പക്ഷെ ഇത് ഫിലാഡെൻഡ്രം ബ്രസീൽ ടൈപ്പ് ആണ്. അപ്പൊ ഇതിന്റെ കണ്ടോ ലീവ്സിൽ കുറച്ച് വ്യത്യാസമുണ്ട് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പ്ലാന്റിന്റെ കെയർ എല്ലാം സെയിം ആണ് മറ്റേതുമായിട്ട്. ഫിലാഡെൻഡ്രം വെറൈറ്റി ആണല്ലോ, പക്ഷെ ഇത് ബ്രസീൽ ടൈപ്പ് ആണ്. So the problem with the difference with the leaf is these leaves are small, but the other leaves are big. Okay. And also you can see a design here. Yes. That What is design? ഒരു ചെറിയൊരു വൈറ്റ് ഡിസൈൻ ഉണ്ട്. Oh yeah. മറ്റേ ഫിലാഡെൻഡ്രം ഫുള്ളി ഗ്രീൻ ആണ്. അതിൽ വേറെ ഡിസൈൻ ഒന്നുമില്ല. I feel kind of little strokes of white. മറ്റേ എല്ലാം ഗ്രീൻ അല്ലേ, അതില് വൈറ്റ് ഇല്ലല്ലോ. Yeah. In this there's a lightish, it's a lightish green in this leaf. We're going to open it. So idana plant. So we're gonna put it. Yeah, good job, Grace. So we put it in our marble design nail polish cups also. Okay. Of pearls. This is fish hook. Fish hook. Also, this is sting of bananas. And this is marble pothos. Pothos. Then this. Philodendron. So then this is also Philodendron Brasil variety. ഇത് മോൺസ്റ്റെറ. This is cheese plant. Yes. എല്ലാം പിടികിട്ടിയോ? അപ്പൊ എല്ലാവർക്കും ഈ ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. Stay safe. Thanks for watching. Bye. Bye. The string of pearls, fish hook, monstera, Philodendron Brasil variety, and string of bananas, marble pothos, Philodendron.